വേഗുളിർ ബിയ. കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ ഈ പറയുന്നതെന്ന് അല്ലേ? എന്നാൽ ഈ വേഗുളി എന്ന് പറഞ്ഞാൽ തവള എന്നാണ്. അതുപോലെ ബിയ എന്ന് പറഞ്ഞാൽ കല്യാണം എന്നതാണ്. അതായത് ഒരു തവള കല്യാണത്തെ കുറിച്ചാണ് പറയാൻ വരുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ ആസാമിൽ നടക്കുന്ന ഒരു ആചാരമാണ് ഈ തവള കല്യാണങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ കാർഷിക മേഖലയുടെ പുരോഗതിക്കും നല്ല രീതിയിൽ മഴ ലഭിക്കുന്നതിനുമായി ആസാമിൽ നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഈ തവള കല്യാണം. അതിനെയാണ് നമ്മൾ വേഗുളിർ ബിയ എന്ന് വിളിക്കുന്നത്. അതായത് ഏകദേശം നമ്മുടെ മനുഷ്യരുടെ ഒരു കല്യാണ ചടങ്ങ് പോലെ തന്നെയാണ് അവർ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ കല്യാണങ്ങൾ നടത്താറുള്ളത്. ഗ്രാമത്തിലെ ഒരു പ്രധാന പുരുഷൻ അവിടുത്തെ കൃഷിത്തോട്ടങ്ങളിൽ നിന്നും തവളകളെ പിടിക്കുന്നു. തവളകളെ പിടിച്ച് ആൺതവളകളെയും പെൺതവളകളെയും അവർ വേർതിരിക്കുന്നു. അതിൽ നിന്നും ആൺതവളയെ ഒരു ഗൃഹത്തിലേക്കും പെൺതവളയെ മറ്റൊരു ഗൃഹത്തിലേക്കും കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് ചടങ്ങുകളുടെ ആരംഭം. ആൺതവളയുടെ ഗൃഹത്തിൽ നിന്നും ഒരു പെൺകുട്ടി പെൺതവളയുടെ വീട്ടിലേക്ക് വസ്ത്രങ്ങളും മറ്റ് കല്യാണ അവശ്യ വസ്തുക്കളുമായിട്ട് എത്തുന്നു. ശേഷം ഹൽദിയാണ്. ഹൽദി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ജലാശയത്തിൽ നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹൽദി ചടങ്ങ് നടത്താറുള്ളത്. ഹൽദിക്ക് ശേഷം പ്രധാന ചടങ്ങ് നടക്കും. അതായത് നമ്മുടെ ആൺതവളയുടെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടുകാരെത്തുകയായി. ചെറുക്കൻ്റെ വീട്ടുകാരെത്തിയാൽ പെൺവീട്ടുകാർ 2 കൈകൾ കൊണ്ട് അവരെ സ്വീകരിക്കുന്നു. ശേഷം ആൺവീട്ടുകാരുടെ ആൾക്കാർ അവിടെ ഭക്ഷണ വിതരണമൊക്കെ നടത്തും. ശേഷം വിവാഹ ചടങ്ങ്. വിവാഹ ചടങ്ങിന് ശേഷം ഇരുകൂട്ടരും സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് അവരുടെ സന്തോഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം ഈ പറയുന്ന ആൺതവളയെയും പെൺതവളയെയും മനോഹരമായൊരു മഞ്ചലിൽ ഇവരെ ആനയിച്ച് ഈ പറയുന്ന ആൺതവളയുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്. അങ്ങനെ ചടങ്ങിന് ശേഷം ഈ പറയുന്ന 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്നാണ് ആസാമി ജനത വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചടങ്ങിന് ശേഷം ഈ ആൺതവളയും പെൺതവളയും ഇവർ തൊട്ടടുത്തുള്ള ജലാശയത്തിലേക്ക് തന്നെ തുറന്നു വിടാറുമുണ്ട്. അങ്ങനെ പ്രധാനമായും ഈ 2023 കാലഘട്ടങ്ങളിലൊക്കെ ആസാമിൽ വലിയ രീതിയിലുള്ളൊരു മഴയുടെ കുറവുണ്ടായപ്പോൾ ഈ തവള കല്യാണങ്ങൾ വലിയ രീതിയിൽ അവിടെ നടത്താൻ തുടങ്ങി. ആസാമിൽ മാത്രമല്ല കേട്ടോ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള തവള കല്യാണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആചാരങ്ങൾ ഇനിയും നമുക്ക് കൂടുതൽ കേൾക്കാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.